ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷമായി നിങ്ങളുടെ നടുവിൽ, അത് യൂട്യൂബ് ചാനലിൽ, അത് കൃപാ മിനിസ്ട്രിയിൽ നിങ്ങളുടെ നടുവിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചുവല്ലോ. എന്നെ ഇതുവരെയും വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒപ്പം തന്നെ കൃപയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ നടുവിൽ വരുവാൻ ദൈവത്തിൻ്റെ ഒരു ദൈവശബ്ദം എന്നെ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നു. അത് നിങ്ങളോടുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസോടെ ഇരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവരുടെ വായ് അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവെ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ഈ ഒരു ഭാഗം സുപരിചിതമാണ്. പക്ഷെ ഇന്ന് എന്നോട് ദൈവാത്മ പറയുന്നു, നിന്റെ സത്യസന്ധതയെ, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ, നിന്റെ മേൽ കിടക്കുന്ന നിയോഗത്തെ ഒരു മനുഷ്യനോ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ തകർക്കാൻ കഴിയത്തില്ല. മറിച്ച് നിന്റെ മേൽ കിടക്കുന്ന നിയോഗത്തെ പുറത്തു കൊണ്ടുവരാൻ നീ ആരാന്ന് വെളിപ്പെടുത്തുവാൻ പോകുകയാന്ന് ആത്മാവിനോട് ഈ പ്രഭാതത്തിൽ സംസാരിക്കാൻ പറയുന്നു. ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, നോക്കിക്കേ, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, സിംഹങ്ങൾ നിനക്ക് കേടുവരുത്തിയില്ലയോ എന്ന് പറഞ്ഞാൽ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വലിച്ചെറിയാൻ കാരണമായത് ഒരിക്കലും ദാനിയേലിൻ്റെ തെറ്റല്ല. മറിച്ച് നമുക്കിവിടെ കാണുന്നു, 6-ാം അധ്യായത്തിനകത്ത് ഒരു വലിയ ദൈവിക പ്രവൃത്തി വലിയ ദൈവപ്രവൃത്തി കാണുന്നതായി നമുക്ക് കാണുന്നു. എന്താണെന്നറിയാമോ? ദാനിയേലിനെ, അല്ലെങ്കിൽ അവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് 3 അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വലിയ തിരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വയ്ക്കുന്നു. തിരഞ്ഞെടുപ്പിൽ ഞാൻ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടാവാം. അതിനകത്തുനിന്ന് മാത്രം കുറച്ച് പേരെ, അല്ലെങ്കിൽ 3 പേരെ മാത്രം സെലക്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് പേർ ഉള്ളെടുത്ത് നമ്മൾ പറയാറില്ലേ, ഒരുപാട് പേരുണ്ട്, അതിനകത്തുനിന്ന് എന്നെ സെലക്ട് എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്ത് ചെയ്തു? 3 പേരിൽ ദാനിയേൽ ഒരുവനായിരുന്നു. അതിനകത്ത് എന്ത് ചെയ്തു? ദാനിയേലിന് അതിനകത്ത് 3 പേരിനകത്ത് ഒരാളായിരുന്നു ദാനിയേൽ. എന്നാൽ ഈ ദാനിയേലിൻ്റെ പ്രത്യേകത, രാജാവിന് നഷ്ടം വരുത്തുവാനോ ദാനിയേലിന് കഷ്ടം വരുത്തുവാനോ രാജാവിന് നഷ്ടം വരുത്താനോ ഒന്നും അനുവദിക്കാതെ അവൻ്റെ മേൽ കൊടുത്ത ദൗത്യത്തെ പൂർണ്ണമായി പൂർത്തീകരിക്കാൻ ശ്രദ്ധയോടെ തന്നെ ഏൽപ്പിച്ച ദൗത്യത്തെ പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ തന്നെ ഏൽപ്പിച്ചതായ മേഖലയിൽ സത്യസന്ധതയോടെ നിൽക്കുവാൻ ദാനിയേൽ റെഡിയായി. ഇന്ന് എന്നെ വചനം കേൾക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, നിന്നെ ഏൽപ്പിച്ച മേഖലയിൽ വിശ്വസ്തയോടെ നിന്നാൽ ഒരു പക്ഷേ നിന്റെ കൂടെ ഇനി 2 പേരുണ്ടാവാം, അല്ല ഇനി കുറേ പേരുണ്ടാകാം. ആത്മാവിനോട് പറയുന്നു, ആരൊക്കെ ഉണ്ടെങ്കിലും ആരൊക്കെ ഇല്ലെങ്കിലും ആത്മാ പറയുന്നു, നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തെ നീ പൂർത്തീകരിക്കുവാൻ റെഡിയായാൽ, നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തെ നീ കറക്റ്റായി ചെയ്യാൻ റെഡിയായാൽ, ആത്മാ പറയുന്നു, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം. നോക്കിക്കേ, ഇവിടെ നമുക്ക് കാണുന്നു ഈ സത്യസന്ധതയോടെ ചെയ്തതായ ദാനിയേലിനെ. നോക്കിക്കേ, ഇവിടെ ഇവന്മാർക്ക് എന്ത് ചെയ്തു? പെട്ടെന്ന് ഇവർക്ക് അസൂയ ഉണ്ടായി. അസൂയ വരാൻ കാരണം ഇങ്ങനെയാ പറയുന്നത്, അവന് ഒന്നാമന് അധ്യക്ഷന്മാർ, പ്രധാന ദേശാധിപതികളും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ മേൽ
അടിച്ചമർത്തുവാൻ, അല്ലെ ഇവൻ തെറ്റുകാരനല്ല, ഇതിനകത്തുനിന്ന് പുറത്താക്കുവാൻ നോക്കുമ്പോഴും ഇവൻ്റെ മേൽ ഒരു തെറ്റും പറയാൻ തക്കവണ്ണം ഒരു തെറ്റും കണ്ടുപിടിച്ചില്ല. ഞാൻ ഇങ്ങനെ പറയുന്നു, നിന്റെ സത്യസന്ധത നീ നേരോടെയാണ്, നിന്റെ ഭാഗത്ത് വീഴ്ച വരാതെ, നിന്റെ ഭാഗത്ത് ശ്രദ്ധാലുവോടെ ദൈവം നിന്നെ ഏൽപ്പിച്ച മേഖലയ്ക്കകത്ത് നീ നന്നായി നിന്നാൽ ദൈവാത്മാവ് നിന്നെ വിടുവിപ്പാൻ നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, നീ ഏത് മേഖലയിലാണോ നിന്നെ നിന്നെ കുറ്റക്കാരനായി നിന്നെ ചിത്രീകരിക്കുന്നത്, ആത്മാവ് പറയുന്നു അതിനകത്ത് നിനക്കൊരു നീതി ഉണ്ടെങ്കിൽ, അതിനകത്തൊരു സത്യസന്ധതയുണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും പുറത്തു വന്നിരിക്കും കുഞ്ഞെ, പുറത്തു വരിക തന്നെ ചെയ്യും. നിന്നെ സ്ഥാനമാനങ്ങളോടുകൂടി നിന്നെ ബഹുമാനിക്കേണ്ടവണ്ണം ബഹുമാനിക്കുവാൻ, നിന്നെ സ്നേഹിക്കേണ്ടവണ്ണം സ്നേഹിക്കുവാൻ, നിന്നെ ഒന്നാമതാക്കേണ്ടതാണെങ്കിൽ ഒന്നാമതാക്കുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവി പ്രഭാതത്തിൽ സംസാരിക്കുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ജോലി മേഖലയെ സംബന്ധിച്ച്, അത് ആത്മീയ മേഖലയിലാകട്ടെ ഭൗതിക മേഖലയിലാകട്ടെ, നീ ചെയ്യുന്ന ജോലിക്കകത്താകട്ടെ, ദൈവാത്മാവ് നിന്നെ ആരൊക്കെയോ വാച്ച് ചെയ്യുന്നുണ്ടോ, നിന്നെ ആരൊക്കെയോ മാറ്റി നിർത്താൻ നോക്കുന്നുണ്ടോ, ആരൊക്കെയോ നിന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നുണ്ടോ, ആത്മാവ് അവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ദിനങ്ങളാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. നോക്കിക്കേ, ഇവിടെ ദാനിയേലിനെ പറ്റി കുറ്റം പറയാൻ വേറെ ഒന്നും കണ്ടെത്തിയില്ല. ഇവൻ ഇത് സംബന്ധിച്ച് ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊന്നും കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ പെട്ടെന്നൊരു വലിയ സംഭവം കണ്ടെത്തി. ഈ പ്രാർത്ഥനയല്ലാതെ, ഈ ന്യായപ്രമാണമല്ലാതെ മറ്റൊന്നും അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊന്നും കാരണം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. നന്നായി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ലല്ലോ കണ്ടെത്തിയത്, ഈ നാമമാണല്ലോ. അതുകൊണ്ട് ഈ നാമം നിന്നെ ഉയർത്താൻ പോകുക. അപ്പം നീ ഈ നാമം നിമിത്തമാ ഏതു സാഹചര്യത്തിൽ കൂടി പോയാലും ഈ നാമം നിമിത്തം ഒരുപക്ഷെ നീ ഒറ്റപ്പെടാം, ഒരുപക്ഷെ നീ തകരപ്പെടുന്ന, അല്ലെ എല്ലാവരിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന മേഖലയിൽ കൂടി നീ കടന്നു പോകാം. നീ പ്രതീക്ഷിക്കാത്ത മേഖലയിലൂടെ നീ കടന്നു പോകാം. പക്ഷേ കുഞ്ഞെ, നിന്നെ വിടിവിപ്പാൻ, ദൈവത്തിൻ്റെ ദാസനെ നിങ്ങളെ വിടിവിപ്പാൻ, ദൈവദാസി നിന്നെ വിടിവിപ്പാൻ, അത് ദൈവാത്മ പറഞ്ഞു, ആൻറ്റി നിങ്ങളെ വിടിവിപ്പാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന്. നോക്കിക്കേ, ഇവിടെ ഒരു നിയമം ഇട്ടു. എന്താണെന്നറിയാമോ? രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ അല്ലാതെ നമസ്കരിക്കരുത് 30 ദിവസം എന്ന് പറഞ്ഞാൽ ഈ ബിംബത്തെ നമസ്കരിക്കാത്ത പക്ഷം സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വലിച്ചെറിയണമെന്നൊരു നിയമം ഇട്ടു. നോക്കിക്കേ, നിയമം ഇടുമ്പോഴും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഗുഹയിലേക്ക് ഇട്ട് കളയണമെന്നൊരു നിയമം രാജനിയമം നിശ്ചയമായി ഖണ്ഡിതമായെന്ന് വിരോധമായി കൽപ്പിക്കുകയും ചെയ്യണമെന്ന് സകല അധ്യക്ഷന്മാരും സകലരും ഒരുപോലെ തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ ഇവനെ ഇങ്ങനെയുള്ളവരെ സാധാരണ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ടുകൾ, സിംഹത്തിൻ്റെ ഗുഹയിൽ വാ പിളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കടിച്ചു കീറി പിന്നെ മിച്ചം വെക്കാത്ത ഒരു കൂട്ടത്തിൻ്റെ നടുവിലേക്ക് വലിച്ചെറിയാം. ഇന്ന് ഞാൻ ഇങ്ങനെ പറയുന്നു, ഒരു കൂട്ടത്തിൻ്റെ നടുവിലേക്ക് നിന്നെ തള്ളിവിട്ടാലും, ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ നീ ഒറ്റപ്പെട്ടു പോയാലും, ആത്മാവ് പറയുന്നു അതിനും നടുവിൽ നിന്നെ വിടുവിപ്പാൻ, അതിനും നടുവിൽ നിന്നെ രക്ഷിപ്പാൻ, അതിനും നടുവിൽ നിന്നെ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുവാൻ കഴിവുള്ളൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇൻ ദ നെയിം ഓഫ് ജീസസ്. റിമന ഹദുര രഗൽ കടക ഷബ്രസി അന്ധര ജഗൽ കടക. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോയ ചിലതിനെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പൊക്കിയെടുക്കുന്നു. ഒറ്റപ്പെട്ടു പോയ, മാനസികമായി തകർന്നു പോയ, ക്ഷീണിച്ചു പോയ, ദൈവാത്മാവ് ഒറ്റപ്പെട്ടു പോയ മേഖലയെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തൊട്ടെഴുന്നേൽപ്പിക്കാൻ പോകുന്നു. നോക്കിക്കേ, ഇവിടെ പരാതി കൂടാതെ ഇവന്റെ നേരെ ഒരു വലിയ നിയമമിട്ട് എന്താണെന്നറിയാമോ? സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വലിച്ചെറിയണം. ആമേൻ. നിന്നെ ഏത് ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞാലും, നിന്നെ എങ്ങോട്ട് തള്ളിക്കളഞ്ഞാലും, ആത്മാ പറയുന്നു നീ കിടക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടാൻ പോകുക. നീ കിടക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുക തന്നെ ചെയ്യുമെന്ന് ആത്മാ പറയുന്നു. സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വലിച്ചെറിയാൻ പദ്ധതി ഒരുക്കിയപ്പോൾ ദാനിയേൽ എന്ത് ചെയ്തെന്നറിയാമോ? പ്രാർത്ഥനയോടെ, പരാതി പറയാതെ. ഇന്ന് പകൽ നീ ഏത് സാഹചര്യത്തിലാണോ ആയിരിക്കുന്നത്, ആ സാഹചര്യത്തിനകത്ത് നീ പരാതി കൂടാതെ നിൽക്കാൻ നീ തയ്യാറാണോ? ദൈവത്തോട്
പറയുന്നു, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? സാധാരണ എങ്ങനെ പ്രാർത്ഥിച്ചു വരുന്നോ അതുപോലെ തന്നെ ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ പ്രതിസന്ധിക്കകത്ത് നീ സാധാരണ പ്രാർത്ഥിക്കുന്നത് പോലെ ഈ പ്രതിസന്ധിയിൽ നിന്ന് നീ മറികടക്കാനല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. ഈ പ്രതിസന്ധിക്കകത്തുനിന്ന് കർത്താവെ എന്നെ മോചിപ്പിക്കണമെന്നല്ല പ്രാർത്ഥിക്കുന്നത്. മറിച്ച് നീ എങ്ങനെ പ്രാർത്ഥിച്ചു വരുന്നോ, നീ എങ്ങനെയാണോ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ നിൽക്കാൻ ഇന്ന് പകൽ തയ്യാറാണെങ്കിൽ ആത്മാവ് പറയുന്നു, നിന്നെ രക്ഷിപ്പാൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ നീ ആരെന്ന് വെളിപ്പെടുത്തുന്ന ദിനങ്ങളാണെന്ന് ആത്മാവിനോട് ഇടപെടുന്നു. റിമന ഹതുര രകൾ ഘടക, നീ ജീവനുള്ള ദൈവത്തിന്റെ ദാസനാണെന്ന്, നീ ജീവനുള്ള ദൈവത്തിന്റെ ദാസിയാണെന്ന്, നീ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന പൈതലാണെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസങ്ങളിലേക്ക്, ദിനങ്ങളിലേക്ക് ആത്മാവ് പറയുന്നു, ദിനങ്ങളിലേക്ക്, കയ്യാൽ എണ്ണാമെന്ന ദിനങ്ങളിൽ നിന്റെ മേൽ ആ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുക. അത് ഈ മാസം തീരുന്നതിന് മുൻപേ ദൈവശബ്ദത്തിന് മുൻപേ നീ മൂവ് ചെയ്യുവാൻ റെഡിയാണോ? ദൈവശബ്ദത്തിനകത്തേക്ക് നീ ഇറങ്ങാൻ തയ്യാറാണോ? ആത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. ആമേൻ. ഇവിടെ നമുക്ക് കാണുന്നു, ഇവനെ എടുത്തത് സിംഹത്തിന്റെ ഗുഹയിലേക്ക് എടുത്തെറിയാൻ തീരുമാനമെടുക്കുക. ഈ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ രാജാവിന് കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ ആരൊക്കെയോ കൂടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നാം സ്ഥാനത്തേക്ക് ആക്കുന്നു എന്നറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒന്നാമത് സ്ഥാനം കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ, റമന ഹതുര രകൾ ഘടക, എന്നോട് ദൈവം ആരൊക്കെയോ നിന്നെ ഒന്നാമതാക്കുമ്പോൾ, ആരൊക്കെയോ നിന്നെ ഒന്നാമത് ചേർത്ത് നിർത്തുമ്പോൾ എന്നോട് ദൈവാത്മാർന്നു അതിനകത്തു നിന്നെ എന്ത് ചെയ്യുക, അതിനകത്തു നിന്നെ പുറത്താക്കുവാൻ ആരൊക്കെ ശ്രമിച്ചാലും ആത്മാവ് പറയുന്നു, നീ ഒന്നാമത് തന്നെയാ. ഒരു ഭാഗത്തൂടെ അല്ലേ മറ്റൊരു ഭാഗത്തൂടെ നിന്നെ എന്ത് ചെയ്യും, നിന്നെ ഒന്നാമതാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അത് ദൈവം പറയുന്നു, നിന്നെ ഉയർത്താൻ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ, നിന്നെ മാനിക്കാൻ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ, ആത്മാവ് പറയുന്നു അതിനെ തടയാൻ ഒരു മനുഷ്യനോ ഒരു ശക്തിക്കോ കഴിയത്തില്ലെന്ന പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ആത്മാവിൽ ദൂത് കൈമാറുന്നു. റമന ഹതുരകൾ ആത്മാവിൽ നിന്ന് സ്വീകരിച്ചു തുടങ്ങാമോ? ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഗ്ലോറി നിന്റെ മേൽ വെളിപ്പെടാൻ സമയമായെന്ന് ആത്മാവിനോട് ഇടപെടുന്നു. അതുകൊണ്ട് രാജ്യ നിയമത്തെ എന്ത് ചെയ്യുക, അതിനെ ഖണ്ഡിച്ചു കളയാൻ പറ്റത്തില്ല. പക്ഷെ രാജാവ് എന്ത് ചെയ്തു, ഇവനെ എടുത്ത് ഗുഹയ്ക്ക് അതെന്ത് ചെയ്യാം, സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തോട്ട് വലിച്ചെറിഞ്ഞു പോരാഞ്ഞിട്ട് അവരൊരു കല്ലും കൊണ്ട് ഗുഹയുടെ വാതിലടച്ചു. ഒരു കല്ല് ഗുഹയുടെ വാതിലടച്ചു, ഒരു കല്ലും കൂടെ എടുത്തു വെച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യുക, ദാനിയേൽ പുറത്തു വരത്തില്ലെന്നാണോ നീ ചിന്തിക്കുന്നത്? വെറുതെ നീ ചിന്തിക്കുന്നത്. എത്ര അടച്ചു വെച്ചാലും അഭിഷക്തന്റെ മേൽ കിടക്കുന്ന നിയോഗം, തൻ്റെ ഭക്തന്മാരുടെ മേൽ കിടക്കുന്ന അഭിഷേകമുണ്ടല്ലോ, ഏത് അടയ്ക്കപ്പെട്ട ഗുഹയ്ക്കകത്തും ഇറങ്ങി വന്ന് അവനെ വിടിവിപ്പാൻ, അവളെ വിടിവിപ്പാൻ, ആ ഒരു കുഞ്ഞിനെ വിടിവിപ്പാൻ ശക്തനായ ഒരു ദൈവത്തിൻ്റെ കരം ഈ പ്രഭാതത്തിൽ ഇറങ്ങി വരികയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ദൈവാത്മ പറയുന്നു, ചിലരുടെ മേൽ ഇന്ന് പകൽ ഈ ഒരു ദൈവ സാന്നിധ്യം തൊടുകയാണ്. റമന ഹതുരകൾ ആത്മാവിലൊന്ന് സ്വീകരിച്ചു തുടങ്ങാമോ? ദൈവത്തിൻ്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടാൻ സമയമായി. ഉരുട്ടിവെച്ച കല്ല് ഉരുട്ടിവെച്ച് ഇനി എന്ത് ചെയ്യുക, അതിനകത്ത് തീരുന്നല്ലേ, എല്ലുപോലും കിട്ടാതെ, ഒരു ശകല തരി പോലും കിട്ടാതെ ഇതിനകത്ത് തീരുമെന്ന് ഓർക്കുന്നുണ്ടോ? ഇതിനകത്ത് തീരാനല്ല, എന്നോട് ദൈവാത്മാർന്നു തീക്കകത്ത് മുളച്ചത് വെയിലത്ത് വാടത്തില്ലെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നീ തീക്കകത്ത് വളർന്നത് കൊണ്ട്, തീക്കകത്ത് മുളച്ചത് കൊണ്ട് എൻ്റെ കുഞ്ഞ് ചെറിയ പ്രശ്നം വരുമ്പോൾ, ഒരു ചെറിയ കാര്യം വരുമ്പോൾ നീ തളർന്നു പോകത്തില്ല കേട്ടോ, നീ ക്ഷീണിച്ചു പോകത്തില്ല. നീ എഴുന്നേറ്റത് വേറെ ആരുടെ മുഖത്ത് നോക്കിയല്ല, നീ എഴുന്നേറ്റ് വന്നത് ദൈവനാമത്തെ, ദൈവമുഖത്തേക്ക് നോക്കിയ. നീ ഏറ്റവും മെയിനായിട്ട് വെച്ചിരിക്കുന്ന ദൈവത്തെ നീ മുൻകൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി നീ മുൻപേ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒന്ന് ദൈവാത്മ പറയുന്നു, നിന്നെ രക്ഷിപ്പാൻ ആ ദൈവത്തിന് കഴിയും. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ എന്ന് സംബോധന ചെയ്യണമെങ്കിൽ നീ ആരെ സേവിക്കുന്നെന്നും നിന്റെ ദൈവമാരെന്നും വിളിച്ചു പറയാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയെന്ന് ആത്മാവ് പ്രഭാതത്തിൽ ഇടപെടുന്നു. നിങ്ങളെന്ന് ആത്മാവിൽ സ്വീകരി. ചുമ്മാ കാഴ്ചക്കാരായി കേൾക്കല് കേട്ടോ, കാഴ്ചക്കാരായി കാണല്ലേ. ഈ ആത്മാവിൽ നീ ഇന്ന് ഈ ഒരു വചന ശബ്ദത്തെ നീ ആത്മാവിൽ റിസീവ് ചെയ്യാൻ തയ്യാറായാൽ ആത്മാവ് ഇന്ന് പകൽ നിന്നെ തൊടാൻ ശക്തനാ. ദൈവാത്മാവ് ഗുഹയ്ക്കകത്ത് കിടക്കുന്നവനെ പ്രഭാതത്തിൽ എന്ത് ചെയ്യുക,
ഇട്ടവൻ ഉറങ്ങിയില്ല. പക്ഷെ പ്രഭാതത്തിൽ എന്ത് ചെയ്തു? ഓടി വന്ന് ചോദിക്കുക, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നിനക്ക് എന്ത് ചെയ്യാ? കേടുവല്ലോ വരുത്തിയോ? സിംഹങ്ങൾ കേടുവരുത്തിയോ എന്ന് പറഞ്ഞ സിംഹം കേടുവരുത്തിയില്ല. രാജാവ് ശുഭമായിരിക്കട്ടെ, രാജാവ് സന്തോഷത്തോടെ ഇരിക്കട്ടെ, രാജാവ് ദീർഘായുസോടെ ഇരിക്കട്ടെ എന്ന് പറയാൻ, ഗുഹയ്ക്കകത്തോട്ട് വലിച്ചെറിഞ്ഞവനോട് സമാധാനം പറയാൻ ദാനിയേലിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ആത്മാവിൽ ചോദിക്കുന്നു, നിങ്ങളെ ഏതു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടാലും ഒറ്റപ്പെടുത്തിയാലും ഒരുപക്ഷെ ഗുഹയ്ക്കകത്തേക്ക് തള്ളിയിടാം. ഒരുപക്ഷെ മനുഷ്യൻ്റെ മുമ്പിൽ നീ എന്ത് ചെയ്യുക? മറ്റുള്ളവരുടെ മുമ്പിൽ നീ അപമാനിക്കപ്പെടാം. എന്നാൽ ആത്മാവ് പറയുന്നു, അതൊന്നും വിഷയമല്ല കേട്ടോ. നിന്നെ വിടിവിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ ഇറങ്ങി വരികയാണ്. ആത്മാവ് സ്വീകരിക്കാമോ? ദൈവകരം നിനക്ക് വേണ്ടി അനുകൂലമായി ചലിക്കാൻ പോകുക. അതുകൊണ്ട് നോക്കിക്കേ, ഇവനെ വലിച്ചെറിഞ്ഞ അവരെന്ത് ചെയ്തു? അവരെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ നോക്കിക്കേ, ഒരു എല്ലുപോലും ഉണ്ടായില്ല. ദാനിയേലേ, നിന്നെ മാത്രം ആ ഗുഹയ്ക്കകത്തൊട്ടിട്ട, പക്ഷേ നീ പുറത്തു വരുമ്പോൾ പ്രഭാതത്തിന് ആത്മാവിലൊരു ദൂത് പറയുക, ദാനിയേലേ, നീ സത്യസന്ധതയോടെ നീ നിന്നാൽ നീ പുറത്തു വരുമ്പോൾ എന്ത് ചെയ്യുക? നിന്നെ ഇട്ടവർ, നിന്നെ ഗുഹയ്ക്കകത്തോട്ട് ഇടവാൻ പ്രേരിപ്പിച്ചവർ, അവർ കുടുംബമായി ഈ ഗുഹയ്ക്കകത്തോട്ട് വീഴാൻ പോകുക. എന്ന് പറഞ്ഞാൽ നീ വീണ സ്ഥാനത്ത് വേറൊരാൾ, നിന്നെ ഇട്ടവർ വീണാൽ മിച്ചം ഉണ്ടാകത്തില്ലെന്ന് ദൈവാത്മാവ് ശക്തമായി പറയുന്നു. നീ പുറത്തു വരിക തന്നെയും. നീ ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലെന്ന് നിന്നെ വെളിപ്പെടുത്തുന്ന സമയങ്ങളും അതേ ദിവസങ്ങളുമാണെന്ന് ആത്മാവ് പറയുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കാം, ആത്മാവിലൊന്ന് സ്വീകരിച്ചേ. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നിനക്ക് സിംഹങ്ങൾ കേടുവരുത്തിയില്ലയോ? കേടുവരുത്തിയില്ലെന്ന് പറയത്തക്കവണ്ണം ദാനിയേലിനെ ബലപ്പെടുത്തിയെങ്കിൽ ആത്മാവ് പറയുന്നു, ഇന്ന് പകൽ നിന്നെ പുറത്തു കൊണ്ടിരുന്ന ദിനമാണെന്ന്, ദിവസമാണെന്ന് ആത്മാവ് പറയുന്നു. സ്വർഗ്ഗപിതാവേ, ഈ ജനത്തിന്റെ മേലൊരു വലിയ ദൈവസാന്നിധ്യം വെളിപ്പെടണമേ. ഇപ്പോൾ ജനം അനുഭവിക്കുന്ന കഷ്ടതയ്ക്കകത്ത്, പ്രയാസത്തിനകത്ത്, അതേ കർത്താവ് അവരനുഭവിക്കുന്നതായ ആ തീച്ചുളയ്ക്കകത്ത്, അവരനുഭവിക്കുന്നതായ ആ മാനസിക സംഘർഷത്തിനകത്ത് ഇന്ന് പ്രഭാതത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിമിഷം ജനം യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. റമന ഹദുരിടകൻ ഹദുരിമനാസി അർത്ഥന ഒരു വലിയ ദൈവമഹത്വം വെളിപ്പെടും. പ്രാർത്ഥന കേട്ടിക്കാൽ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രഭാതത്തിൽ ദൈവം നമ്മളെ ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. 62 35 17 93 03. ഇത് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടേക്കാൻ നമ്പർ, നിങ്ങൾക്ക് വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ദൈവം നമ്മളെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ദിവസം നിങ്ങൾ വീണ്ടും കാണാം. ദൈവം നമ്മളെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.